കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എംബാപ്പയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞിരുന്നു. റിയൽ മാഡ്രിഡിലെത്തിയ ശേഷമുള്ള എംബാപ്പെ അത്ര നല്ല പെർഫോമൻസ് അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോമിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള കളികളിൽ ചില മുന്നേറ്റങ്ങൾ നടത്തി ഇപ്പം പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷേ റിയൽ മാഡ്രിഡിൻ്റെ ഭാവി അത്ര ശുഭകരവുമല്ല. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ? അവസ്ഥ പരിക്കാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അത് ഓരോ കളിയിലും അവർക്ക് ഓരോരുത്തർക്ക് ഇതിപ്പോൾ നേരത്തെ സിറ്റിയുടെ പറഞ്ഞ പോലെ എത്രയോ അധികം കളി കളിച്ചിട്ടുണ്ട് ഈ കളിക്കാർ കഴിഞ്ഞ ഒരു സീസണായിട്ട്. പലരും സ്പെയിൻ ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ഡാനി കാർവഹൽ റൈറ്റ് ബാക്ക് സ്പെയിനിന് വേണ്ടി ഫൈനലിൽ കളിച്ചതാണ്. അപ്പോൾ ഇത്രയും കളി കളിക്കുമ്പോൾ ഓഫ് സീസണും ഇല്ല. അങ്ങനെ ആകുമ്പോഴാണ് ഈ പരിക്ക് പറ്റുന്നത് കളിക്കാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ക്ലബ്ബുകൾ ഇപ്പോൾ റിയൽ മാഡ്രിഡ് ആയാലും സിറ്റി ആയാലും ഈ ഫീഫയുടെ വേൾഡ് ക്ലബ് കപ്പിനെ പറ്റി അവർക്ക് ഒരു ആശങ്കയുള്ളത്. എന്നുവെച്ചാൽ അടുത്ത സമ്മറും ഇതേപോലെ 5 ആഴ്ച അതിൽ പെട്ടുപോകും കളിക്കാർ. പിന്നെ ആദ്യം അപ്പോഴേക്കും സീസൺ തുടങ്ങും. അപ്പോൾ ഇവർക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് എംബാപ്പെ പോലത്തെ ഒരു കളിക്കാരൻ, ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ടീമിന് കളിക്കുന്ന കളിക്കാർക്ക് അവർക്ക് ഒന്നുമില്ലെങ്കിൽ കോപ്പ അമേരിക്ക ഉണ്ടാവും, അല്ലെങ്കിൽ യൂറോ ഉണ്ടാവും, അല്ലെങ്കിൽ ലോകകപ്പ് ഉണ്ടാവും. ഇതിലൊക്കെ കളിക്കുമ്പോൾ അവർ സെമിയോ ഫൈനലോ എത്തും ചെയ്യും. അപ്പോൾ അവിടെയും ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല. അതാണ് ഒരു വലിയൊരു പ്രശ്നം.